കാണുന്ന കാഴ്ചകളൊക്കെ താങ്ങാൻ പറ്റാത്ത കാഴ്ചകളാണ്. മുണ്ടക്കയിൽ നിന്നും ശ്രീകാന്ത് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് എടുത്തത് 3 മൃതദേഹങ്ങളാണ്. വിജയകുമാർ. ഹാഷ്മി, ഞാൻ നിൽക്കുന്നത് വെള്ളാർമല ഭാഗത്താണ്. ഇവിടെയാണ് വെള്ളാർമല VHSC സ്കൂൾ ഉണ്ടായിരുന്നത്. ആ സ്കൂളിൻ്റെ എന്താണ് ആ സ്കൂൾ ഈ ദുരന്തത്തിൻ്റെ ഒരു സ്മാരകം കണക്കെ അവിടെ നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് ഒരു മൺകൂമ്പാരത്തിന് നടുവിലാണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ മുഴുവൻ വീടുകളായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പല വീടുകളുടെയും ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗങ്ങൾ. ഇവിടെ ഒരു വീട്, ആ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു വാഹനം അത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അവിടെ ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഈ വീട്ടിലുണ്ടായിരുന്നവരെ പറ്റി അവരെവിടെ പോയി എന്ന് ഞാൻ അന്വേഷിച്ചു, പക്ഷേ അവരെ പറ്റി ആർക്കും കാര്യമായ വിവരമില്ല. അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യത എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ കുത്തി ഒഴുകി വന്ന ആ പുഴയുടെ ഒരു ഭാഗം. അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ തെരച്ചിൽ നടത്തുകയാണ്. ഇന്നലെ നിരവധി ആളുകളെ, കാര്യമായ പരിക്കേറ്റവരും ജീവനറ്റവരും എന്ന നിലയിലൊക്കെ ഇവിടുന്ന് നിരവധി ആളുകളെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ കൊണ്ടുപോയിരുന്നു. ഇന്നും അതിന് സമാന സാഹചര്യമാണോ എന്ന് പരിശോധിക്കുകയാണ്. ഇത് ഒരു വഴി. വിജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വെള്ളാർമല സ്കൂൾ ഇരുന്ന സ്ഥലമാണ്. ആ സ്കൂളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാ ഈ റോപ്പിൽ കൂടി അങ്ങോട്ടേക്ക് പോകുന്ന പ്രേക്ഷകർ കാണുന്നത് അതൊരു മൃതദേഹമാണ്. അത് അപ്പുറത്തുനിന്ന് കണ്ടെടുത്തൊരു മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ മൃതദേഹം വീണ്ടെടുക്കുന്നത്. ഒരു വീടിൻ്റെ അകത്ത് കാണപ്പെട്ടിരുന്ന ഒരു മൃതദേഹമാണത്. അതിന് രക്ഷാപ്രവർത്തകർ അവിടെ പോയി. മുണ്ടക്കൈ മേഖലയിലെ വീടുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ്. മണ്ണോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതിനുള്ളിൽ കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതാണ് ആശങ്ക. കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ രക്ഷാപ്രവർത്തകർ പറയുന്ന കാര്യം. അവരെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി തന്നെ ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അവിടെ രക്ഷാദൗത്യം തുടങ്ങുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ 3-4 മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ നിന്നും മാത്രം കണ്ടെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഉറപ്പായും പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത വലിയ ഒരു മഹാദുരന്തത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡോക്ടർ ആന്റണി കൂടി ഡോക്ടർ കെ ആർ ആന്റണി ഞങ്ങളുടെ സുഹൃത്തിനാണോ കാണാനില്ലാത്തത്? ഡോക്ടർ സ്വാധീൻ പാണ്ഡ, അദ്ദേഹത്തിന്റെ ബോഡിയാണ് കണ്ടെത്താത്തത്. കൂടെ ഉണ്ടായിരുന്ന ഒരു വിഷ്ണു പ്രസാദ് ചിന്നര, അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തി. 2 ലേഡി ഡോക്ടേഴ്സും ഈ ഗ്ലെന്നോറ റിസോർട്ടിൽ താമസിച്ചിരുന്നവര്, അവരെ പരിക്കുകളോടെ വിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ വെന്റിലേറ്റർ സപ്പോർട്ടിലും വേറൊരാൾ ജനറൽ വാർഡ്. പക്ഷെ ഈ ഡോക്ടർ സ്വാധീൻ പാണ്ഡയുടെയാണ് ബോഡി കണ്ടെത്താത്തത്. അവർ മൊത്തം 3 ഡോക്ടർമാരുണ്ടായിരുന്നു അല്ലേ ഡോക്ടർ കെ ആർ? മൊത്തം 3 ഡോക്ടർമാരുണ്ടായിരുന്നു. മൊത്തം 4 ഡോക്ടർമാരുണ്ടായിരുന്നു. അതിൽ സ്വാതി പാണ്ഡെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാൾ വെന്റിലേറ്ററിലാണ്, ഒരാൾ ചികിത്സയിലാണ്, ജനറൽ വാർഡിലുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു വ്യക്തിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഭുവനേശ്വറിന് അവര് ഫാമിലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ബോഡി കണ്ടെത്തിയ ഡോക്ടറുടെ പേര് വിഷ്ണു എന്നാണല്ലേ? വിഷ്ണു പ്രസാദ് ചിന്നാര. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഒരു 4 ഡോക്ടർമാർ, അവർ ഒഡീഷക്കാരാണ്. 4 ഡോക്ടർമാർ എവിടെയാണ് എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അതിൽ സ്വാതി പാണ്ഡെ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്റർ സപ്പോർട്ട് ചികിത്സയിലാണ്. മറ്റൊരു ഡോക്ടർ ചികിത്സയിലാണ്. വേറൊരു ഡോക്ടർ വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ബോഡി കണ്ടെത്തി എന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. അയാൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവർ കാണാതായ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സമാനതകളില്ലാത്ത വലിയ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഈ മുണ്ടക്കൈ ഒരു ദുരന്തഭൂമിയാകുന്നു. അവിടെ കയറ് കെട്ടി ഇപ്പോഴും ആ കയറിൽ കൂടി തന്നെയാണ് രക്ഷാദൗത്യം നടക്കുന്നത്. ഈ ബെയിലിപ്പാലം നിർമ്മാണം അല്പസമയത്തിനകം എന്ന് പറഞ്ഞാൽ ബെയിലിപ്പാലത്തിനുള്ള സാമഗ്രികൾ 120 അടി നീളമുള്ള ഈ ട്രെയിൽ, അതിനുള്ള സാമഗ്രികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ ഇപ്പോൾ അവിടെ ഈ പൊളിഞ്ഞ പാലമുള്ള സ്ഥലത്ത് തന്നെ ഈ പാലം നിർമ്മാണം നടക്കും. ആ പാലം നിർമ്മാണം നടന്നാലുള്ള പ്രയോജനം വളരെ പെട്ടെന്ന് തന്നെ ഈ രക്ഷാദൗത്യം കൂടുതൽ സക്രിയമാക്കാൻ കഴിയും. കാരണം ആ പാലത്തിൽ കൂടി ഹിറ്റാച്ച് പോലെയുള്ള മണ്ണുമാന്തിര യന്ത്രങ്ങൾക്ക് അങ്ങേക്കരയിലേക്ക് പോകാൻ കഴിയും. അങ്ങനെയെങ്കിൽ അവിടെ മണ്ണിളക്കിയുള്ള പരിശോധന, ഈ പറയുന്ന വീടിളക്കിയുള്ള പരിശോധന, ഇപ്പോൾ നമുക്ക് കാണാം
രക്ഷാദൗത്യത്തിൻ്റെ പ്രധാന ഭാഗം ഈ വീടുകൾ മാറ്റുന്ന, അല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂര മാറ്റുന്ന, അല്ലെങ്കിൽ വീടിൻ്റെ ഈ പറയുന്ന ഭിത്തി കട്ട് ചെയ്യുന്ന പ്രക്രിയയൊക്കെ എടുക്കുകയാണ്. ഹിറ്റാച്ചി പോലുള്ള സംവിധാനങ്ങൾ വന്നാൽ അത് കൂടുതൽ കുറച്ചുകൂടി കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. സുർജിത്ത്, മുണ്ടക്കൈയിൽ നിന്ന് മാത്രം ആ റിസോർട്ടിൽ നിന്ന് 2 മൃതദേഹങ്ങൾ ഇപ്പോൾ എടുത്തു. ഒരു വീട്ടിൽ 3 മൃതദേഹങ്ങളുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ശ്രീകാന്തിൻ്റെ അതേ ഫ്രെയിമിൽ കൂടി 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മുണ്ടക്കൈയുടെ വ്യാപ്തി ഇനിയും അത് പുറത്തേക്ക് വരാനിരിക്കുന്നു. സുർജിത്ത്, അത് ഭയാനകവും പേടിപ്പെടുത്തുന്നതുമാണ്. തീർച്ചയായും ഹാഷ്മി, ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഭാഗത്താണ്. പുഞ്ചിരിമട്ടം ഭാഗം എന്ന് പറയുന്നത് ഏലമലത്തോട്ടമാണ്. ആ തോട്ടത്തിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയാണ് മുണ്ടക്കൈ ടൗൺ ഉണ്ടായിരുന്നത്. അവിടെ നിരവധി പാടികൾ, കച്ചവട സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകൾ, ഇതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എത്ര പേർ അവശേഷിക്കുന്നു എന്ന് പോലും ഇനിയും വ്യക്തത വന്നിട്ടില്ല. മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ വ്യാപ്തി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഇങ്ങേത്തലയിലുള്ള ചൂരൽമലയിൽ മാത്രമല്ല, ചൂരൽമലയേക്കാൾ വലിയ വ്യാപ്തിയാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഈ തെരച്ചിൽ വഴി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലൂടെ സാധ്യമാകുന്നത്. ഓരോ ഘട്ടത്തിലും ആളുകൾ ഒറ്റപ്പെട്ടതായ വിവരങ്ങളുണ്ട്. അവരെല്ലാം തന്നെ കണ്ടെത്താനുള്ള ശ്രമം, കൂടുതൽ ദൗത്യ സേനാംഗങ്ങൾ ആ ഭാഗത്തേക്ക് തിരിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇതിനിടയിൽ നടക്കുന്ന കാഴ്ചയായി ഈ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകിട്ടുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ചൂരൽമല പ്രദേശത്തു നിന്നും സമാനമായ രീതിയിൽ തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല, പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. മുണ്ടക്കൈയിലേക്ക് ആക്സസ് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം സൈന്യം ഇവിടെ സജീവമായ രീതിയിൽ തന്നെ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിലൂടെ വേഗത്തിൽ തന്നെ അവിടേക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുവഴി കൂടുതൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമായ രീതിയിൽ സാധ്യമാക്കാൻ കഴിയുന്നു. ഉച്ചയോടുകൂടി തന്നെ ഈ നിർമ്മാണത്തിൻ്റെ അതിൻ്റെ ഒരു പ്രധാന ഘട്ടം പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത്. നാളെ സുഗമമായ രീതിയിൽ തന്നെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് ആ മേഖലയിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് എത്തിക്കാനും ഒപ്പം തന്നെ തെരച്ചിൽ കുറച്ചുകൂടി സജീവമാക്കാനും കഴിയുമെന്നുള്ളതാണ് ഈ സൈന്യത്തിൻ്റെ ഈ പ്രവർത്തനം വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാലാവസ്ഥ അനുകൂലമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നേരത്തെ രാവിലെ അല്പം മഴയുണ്ടായിരുന്നു, പക്ഷേ അത് മാറി വെയിൽ ഉദിച്ചു. ഇപ്പോൾ ചെറിയ മങ്ങിയ ഒരു കാലാവസ്ഥയാണ് ഉള്ളത്, പക്ഷേ ശക്തമായ മഴയ്ക്ക് കുറവുണ്ട്. ഇപ്പോൾ പുഴ ശക്തമായി ഒഴുകുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തി പാലം നിർമ്മിച്ച ശേഷം വെള്ളം മറുഭാഗത്തു കൂടി വിടാനുള്ള അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കൂറ്റൻ പാറകളടക്കം ഇവിടെ നീക്കാനുള്ള ശ്രമം, വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചു. പ്രേക്ഷകരാക്കേണ്ടത് സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡാണ്. ഡോഗ് സ്ക്വാഡ് ഈ മേഖലകളിൽ, അല്ലെങ്കിൽ ഇതിൽ പ്രത്യേക പ്രാവീണ്യം നേടിയ നായ്ക്കളാണ്, സൈന്യത്തിൻ്റെ നായ്ക്കളാണ് അവ. അവയ്ക്ക് ഈ മൃതദേഹമൊക്കെ കണ്ടെത്താൻ പ്രത്യേക ഘ്രാണശേഷിയുള്ള പ്രത്യേകം പരിശീലിപ്പിച്ച നായ്ക്കളാണ് അവ. ആ ഡോഗ് സ്ക്വാഡിലെ നായ്ക്കൾ അവിടെ പരിശോധന നടത്തുകയാണ്. അവിടെ ഇത്തരത്തിലുള്ള ടെറൈനുകൾ ഭൂകമ്പം അടക്കമുണ്ടാകുമ്പോൾ ഈ ഡോഗ് സ്ക്വാഡ് അംഗങ്ങൾ നൽകിയ സഹായങ്ങൾ ചെറുതായിരുന്നു.